സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ട്, സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു. ഓക്കെ, ഓരോരുത്തരെത്തി തുടങ്ങുന്നേ ഉള്ളൂ. കാണുന്നുണ്ടല്ലോ അല്ല? ഒന്ന് റിഫ്രഷ് അടിച്ചാൽ മതി കേട്ടോ, ഒന്ന് റിഫ്രഷ് അടിച്ചാൽ മതി. കാണാത്തവരെന്ത് ചെയ്യുക, ഒന്ന് ബാക്ക് അടിച്ചിട്ട് വീണ്ടും വന്നാൽ മതി. അപ്പൊ എല്ലാവരോടും ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ ആ ഒരു 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പകുതിയോടെ നിർത്തി. അതൊരു വലിയ ചാപ്റ്റർ, അതായത് ഇന്ത്യൻ നവോത്ഥാനം മുഴുവനും പറയുന്നുണ്ട്. പിന്നെയോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഏതുവരെ നമ്മളെ പൂന ഉടമ്പടി വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇന്ന് എന്ത് ചെയ്യണം, ഇന്ന് ആ ചാപ്റ്റർ അവിടെ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഇന്ന് ആ ഒരു ചാപ്റ്റർ അവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ അതിൽ നമ്മൾ ഏതും കൂടെ ആഡ് ചെയ്യും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ആഡ് ചെയ്യും കേട്ടോ. അപ്പൊ പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമുക്ക് പിന്നെ വേറെ അവിടെ നോക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ സംഘടനകളും എന്ത് ചെയ്യും, പ്രധാനപ്പെട്ട സംഘടനകളും എന്ത് ചെയ്യും, നമ്മൾ അവിടെ അങ്ങോട്ട് തീർക്കും. അപ്പൊ ഓക്കെ, അപ്പൊ ആ ചാപ്റ്ററിൽ നമ്മൾ ഇന്നലെ ലാസ്റ്റ് നവോത്ഥാനം കഴിഞ്ഞിട്ട് പിന്നെ ആ ചാപ്റ്റർ എന്ത് ചെയ്യുന്നു, പിന്നെ അത് തുടങ്ങുന്നത് തന്നെ, അതായത് നമ്മുടെ ഇന്ത്യ ദേശീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, വളരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ തുടങ്ങുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം വളരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് ഈ ദേശീയ ബോധം ബ്രിട്ടീഷുകാർ ഇങ്ങനെ നാട്ടുരാജ്യങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടും അതേപോലെ തന്നെ അവരുടെ ജനങ്ങളോടുള്ള വിരുദ്ധ നയങ്ങളും ഒക്കെ കൂടെ ആയപ്പോൾ എന്ത് ചെയ്തു, ഇന്ത്യക്കാർക്കിടയിൽ ദേശീയ ബോധം വളർന്നു. അപ്പൊ അതിൽ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത് നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു കോട്ടിംഗ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവിടെ നമുക്ക് എന്തേ ഉള്ളൂ, അവിടെ നമുക്കുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകം. 4ാമത്തെ ചാപ്റ്ററിന്റെ ബാക്കിയാണ് കേട്ടോ. ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ളത് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു പത്തനംതിട്ട ലാബ് അസിസ്റ്റന്റിന്റെ പരീക്ഷയിൽ ഫസ്റ്റ് ചോദ്യമായിരുന്നു, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകമാണ് ഇത്, ഇന്ത്യയെ കണ്ടെത്തൽ. അപ്പൊ അത് മാത്രമേ നമുക്ക് ആ ഒരു പിക്ചറിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്കുള്ള ഒരേ ഒരു ചോദ്യം എന്ന് പറയുന്നത് അത് മാത്രമാണ്, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം ആരുടേതാണ്. ഇനിയോ അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇവിടെ ഇന്ത്യക്കാർക്കിടയിൽ ദേശീയ ബോധം വളർത്താൻ സഹായിച്ച കുറെ ഘടകങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതില് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് അവിടെ ബങ്കിം ചന്ദ്ര ചാറ്റർജി, കുറച്ച് സാഹിത്യകാരന്മാരുണ്ട്, ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാർ എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട്. അതിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഏത് സാഹിത്യമാണ്, ഏത് ലാംഗ്വേജിലുള്ളതാ, ഏത് ഭാഷയിലാ? ബംഗാളി കേട്ടോ, ബംഗാളിലാണല്ലോ മെയിനായിട്ട്. രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറഞ്ഞാലും ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണെങ്കിലും നമുക്ക് ഏത് സാഹിത്യ, ബംഗാളിയാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം. വന്ദേ മാതരം എടുത്ത കൃതിയാണ് ഇത്, വന്ദേ മാതരം എടുത്ത കൃതിയാണ് ഇത് ആനന്ദമഠം അല്ലെ? അപ്പൊ ആനന്ദമഠം, ദുർഗേശ് നന്ദിനി, ഈ രണ്ട് കൃതികളാണ് മെയിനായിട്ട് ആരെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത്, ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ കുറിച്ചിട്ട് ഓർത്തിരിക്കേണ്ടത്. ഇപ്പൊ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്നുള്ളതിൽ മെയിനായിട്ട് രണ്ടെണ്ണം ഓർത്തിരിക്കേണ്ടത്, ആനന്ദമഠം എന്ന കൃതി, അതിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തത്. മറ്റൊന്ന് ദുർഗേശ നന്ദിനി എന്ന കൃതിയും കൂടി അവിടെ എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം. പിന്നെയോ രവീന്ദ്രനാഥ ടാഗോർ, പിന്നെ നമുക്കറിയാം ദേശീയ ഗാനം രചിച്ചത് ബംഗാളി ഭാഷയിലാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ഗീതാഞ്ജലി, ടാഗോറിനെ കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് നമുക്ക് ഡീപ്പായിട്ട് തന്നെ എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഏത് മാത്രം ഓർത്തിരിക്കാം, ആ ഒരു ദേശീയ ഗാനവും പിന്നെ ടാഗോറിന്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന ഒരു കൃതി, ലാസ്റ്റ് ചോദിച്ച ഗോര എന്ന് പറയുന്ന ഒരു കൃതി ഓർക്കുണ്ടോ? കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഗോര എന്ന കൃതി അല്ലെ? അപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ട ഒരു കൃതിയായിരുന്നു ഇത്, ഗോര എന്ന കൃതി. ഗീതാഞ്ജലി സാഹിത്യത്തിന് നൊബേൽ സമ്മാനം നേടി കൊടുത്ത കൃതിയാണ് ഇത്, ഗീതാഞ്ജലി. ഇത് മാത്രം എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. മുഹമ്മദ് ഇക്ബാൽ,
മുഹമ്മദ് ഇക്ബാൽ നമുക്ക് ഓർത്തിരിക്കേണ്ട ഏതാ? മുഹമ്മദ് ഇക്ബാൽ ഓർത്തിരിക്കേണ്ടത് ഏതാ? ഏത് ഭാഷയാ? ഉറുദു പോയറ്റ് ആണ്. സാരെ ജഹാം സെ അച്ഛ അല്ലെ? സാരെ ജഹാം സെ അച്ഛ എന്ന് എഴുതിയത് മുഹമ്മദ് ഇക്ബാൽ ആണ്. ഉറുദു ഭാഷയിൽ ഫേമസ് ആയിരുന്ന ആളാണ് എന്നുള്ളതും കൂടെ അവിടെ എന്ത് ചെയ്യാം, ഓർത്തിരിക്കാം. ആ കൂടെ തന്നെ പാകിസ്ഥാന്റെ ദേശീയ കവിയാണ് ആര്? മുഹമ്മദ് ഇക്ബാൽ. അൽതാഫ് ഹുസൈനും ഏത് തന്നെയാണ്? ഉറുദു ഭാഷയിൽ തന്നെയാണ് കേട്ടോ. ഇവിടെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരാളാണ് അൽതാഫ് ഹുസൈൻ. അൽതാഫ് ഹുസൈനും ഏത് തന്നെയാണ്? ഉറുദു പോയറ്റ് തന്നെയാണ് എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം. ഇനിയോ ലക്ഷ്മിനാഥ് ബെസ്ബറുവ. ലക്ഷ്മിനാഥ് ബെസ്ബറുവ ആസാമി സാഹിത്യകാരനാണ്. നമ്മൾ ഇന്നുവരെ കേൾക്കാത്തൊരു പേരാണ് ഇത്. ലക്ഷ്മിനാഥ് ബെസ്ബറുവ ആസാമീസ് പോയറ്റ് ആണ് ഇത്, ലക്ഷ്മിനാഥ് ബെസ്ബറുവ. അപ്പൊ ഇന്നുവരെ ആരും ചോദിച്ചിട്ടില്ല, PS ഇന്നുവരെ ചോദിച്ചിട്ടുമില്ല. അപ്പൊ ഇതില് ഈ പറഞ്ഞ ലാസ്റ്റ് രണ്ടെണ്ണം എന്തല്ല, ഇമ്പോർട്ടന്റ് അല്ല. അൽതാഫ് ഹുസൈനും ബെസ്ബറുവയും ഇമ്പോർട്ടന്റ് അല്ല. അവിടെ എന്ത് മാത്രം ഓർത്തിരിക്കുക? ഉറുദു പോയറ്റ് ആണ് അൽതാഫ് ഹുസൈൻ. പിന്നെയോ ബെസ്ബറുവ ആസാമീസ് പോയറ്റ് ആണ് എന്നുള്ളത് കൂടെ എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം. ബാക്കി മൂന്നെണ്ണം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ് ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ. അത് മൂന്നും എന്ത് ചെയ്യുക, അതുപോലെ തന്നെ ഓർത്തിരിക്കുക കേട്ടോ. അവരുടെ കൃതികളും ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പൊ സാഹിത്യകാരന്മാർ പറഞ്ഞു ഓർക്കുമല്ലോ. അതിൽ ഒരാളെ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. ആരാ? രവീന്ദ്രനാഥ് ടാഗോർ. അത് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. കുറെ കൃതികൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഓർത്തിരിക്കാനുണ്ട് കേട്ടോ. ബങ്കിംചന്ദ്ര ചാറ്റർജി ആനന്ദമഠം, ദുർഗേശ് നന്ദിനി, രവീന്ദ്രനാഥ് ടാഗോർ ജനഗണമന, ഗോര, ഗീതാഞ്ജലി, മുഹമ്മദ് ഇക്ബാൽ സാരെ ജഹാം സെ അച്ഛ, പാകിസ്ഥാന്റെ ദേശീയ കവി, ഉറുദു പോയറ്റ്. ഇത്രയാണ് അവിടെ പറഞ്ഞത്. അതിനുശേഷം സാഹിത്യകാരന്മാർ ദേശീയത വളർത്താൻ സഹായിച്ചിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഇതിനെ കുറിച്ച് പറയുന്നത്, സംഘടനകളുടെ രൂപീകരണം. ഇന്ത്യക്കാർക്കിടയിൽ ഒരു ദേശീയ ഉണർവുണ്ടായപ്പോൾ എന്ത് ചെയ്തു, ഇതിനു വേണ്ടി ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള സംഘടനകൾ വന്നു. അപ്പൊ ആ സംഘടനകൾ നമുക്ക് എന്ത് ചെയ്യണം, മെയിനായിട്ടൊന്ന് ഓർത്തിരിക്കാനുണ്ട്. ആ സംഘടനകളാണ് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ. GL ചെട്ടി രൂപീകരിച്ചിട്ടുള്ള മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ. അപ്പൊ ടെക്സ്റ്റിൽ ഏത് പറഞ്ഞിട്ടുണ്ട്? സംഘടനകളുടെ രൂപീകരണം എന്നുള്ളതിൽ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ എവിടെ പറഞ്ഞിട്ടുണ്ട്? ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ആര് രൂപീകരിച്ചതാന്നുള്ളത് നമുക്കറിയണം. അതാണ് ആര്? GL ചെട്ടി. ഇനി ബോംബെ അസോസിയേഷനും ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷനും ആരുടേതാണ്? ദാദാബായ് നവറോജി. ഇത് സ്ഥിരമായിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷനും ബോംബെ അസോസിയേഷനും ഒക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് ഇത്. സ്ലൈഡ് നിങ്ങൾക്ക് ഒന്നുകിൽ എടുക്കാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തൂടെ. നിങ്ങൾക്ക് PDF ആയിട്ട് എടുക്കണേ അങ്ങനെ എടുക്കാം, സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാമല്ലോ. അപ്പൊ ബോംബെ അസോസിയേഷൻ, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, ഇത് രണ്ടും ആരാണ്? ദാദാബായ് നവറോജിയാണ്. ഇന്ത്യൻ അസോസിയേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ ഇതാരുടേതാണ്? സുരേന്ദ്രനാഥ് ബാനർജി. സുരേന്ദ്രനാഥ് ബാനർജിയുടേതാണ് ഇത് ഇന്ത്യൻ അസോസിയേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ കേട്ടോ. അപ്പൊ ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചതാണ്. അതിൽ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, അവിടെ ചോദിക്കാത്തതുള്ളൂ. അത് പിന്നെ നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞതുകൊണ്ട് അവിടെ എടുത്തു പറഞ്ഞതാണ് കേട്ടോ. ടെക്സ്റ്റിൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ എടുത്തു പറഞ്ഞാണ്. ഇന്നേ വരെ ആരും ചോദിച്ചിട്ടില്ല. GL ചെട്ടി എന്നൊരു സംഭവം PS ഇന്നേ വരെ ചോദിച്ചിട്ടില്ല. പക്ഷെ ബോംബെ അസോസിയേഷൻ PS എത്രയോ തവണ ചോദിച്ചതാണ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ചോദിച്ചതാണ്. ഇന്ത്യൻ അസോസിയേഷൻ ചോദിച്ചതാണ്. ഇനിയോ ഇന്ത്യൻ നാഷണൽ യൂണിയൻ. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് ഏത്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ, AOQ. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് കൊണ്ടുവരുന്നതിന് മുന്നേ, കോൺഗ്രസ് എന്നുള്ള ടേം ഉപയോഗിക്കുന്നതിന് മുന്നേ യൂണിയൻ എന്ന് ഉപയോഗിച്ചിട്ട് 84-ൽ കൊണ്ടുവന്നാണ് ഇത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ, AOQ. 2 തവണയാണ് 2018, 19 വർഷങ്ങളിലായിട്ട് എന്ത് ചെയ്തത്, ചോദിച്ചത് കേട്ടോ. അപ്പൊ ഇന്ത്യൻ നാഷണൽ യൂണിയൻ, AOQ.
ഇനി ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ആണ് ഫിറോസ് ഷാ മേത്ത. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ഫിറോസ് ഷാ മേത്ത. പിന്നെയോ മദ്രാസ് മഹാജനസഭ. മദ്രാസ് മഹാജനസഭ വീര രാഘവാചാര്യർ. കേട്ടോ, വീരരാഘവാചാര്യർ. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യേണ്ടത്. ആ മദ്രാസ് മഹാജനസഭയൊക്കെ ചോദിച്ചാണ് കേട്ടോ. ഇതിൽ ആകെ ചോദിക്കാത്ത ഒരെണ്ണേ ഉള്ളൂ. ഏത് മാത്രം? മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ മാത്രമാണ് ആര് ചോദിക്കാത്തത്? PSC ചോദിക്കാത്തത്. ബോംബെ അസോസിയേഷനും ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷനും രണ്ടും ദാദാഭായ് നവറോജി രൂപീകരിച്ചാണ്. ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ് ബാനർജി, ഇന്ത്യൻ നാഷണൽ യൂണിയൻ AOQ, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ഫിറോസ് ഷാ മേത്ത, മദ്രാസ് മഹാജനസഭ വീരരാഘവാചാര്യർ. കേട്ടോ, ഇതിന്റെ എല്ലാറ്റിന്റെ വർഷം നിങ്ങൾ പഠിക്കേണ്ട. വർഷമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, എടുത്ത് ചോദിച്ചിട്ടില്ല. അപ്പൊ ഇവിടെയാണെങ്കിൽ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ 1849, ബോംബെ അസോസിയേഷൻ 1852, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866, ഇന്ത്യൻ അസോസിയേഷൻ 1876, ഇന്ത്യൻ നാഷണൽ യൂണിയൻ 1884, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ 1885, മദ്രാസ് മഹാജനസഭ 1884. ഇതൊന്നും ആര് ചോദിച്ചിട്ടില്ല? PSC ചോദിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് വർഷം? കേട്ടോ, ഇയർ വേണ്ട, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇയർ ഇല്ലാഞ്ഞിട്ടല്ല. അതിന്റെ എല്ലാറ്റിന്റെ ഇയർ എല്ലാം കറക്റ്റ് ആയിട്ട് അറിയുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് അത് ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കേട്ടോ, പിന്നെ ഞാൻ ഓർത്തിരിക്കുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ എന്റെ സബ്ജക്ട് ഹിസ്റ്ററിയാണ്. അതുകൊണ്ടാണ് വർഷങ്ങൾ ഞാൻ എല്ലാം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും അവിടെ ഓർത്തിരുന്നത്. ബോംബെ അസോസിയേഷൻ ഞാൻ പറഞ്ഞല്ലോ, 2-3 തവണ പറഞ്ഞു. ബോംബെ അസോസിയേഷനും ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷനും രണ്ടും ദാദാഭായ് നവറോജിയാണ് എന്നുള്ളത് പറയുമ്പോൾ ആ സമയത്ത് കേൾക്കില്ല. പിന്നെ അവിടെ ഇങ്ങനെ ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. കേട്ടോ, 3-4 തവണ ഞാനത് പറഞ്ഞു. ബോംബെ അസോസിയേഷനും ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷനും ദാദാഭായ് നവറോജി തന്നെയാണ്. അതിനാണ് 2 എണ്ണം ചേർത്തിട്ട് ഒരാളുടെ പേര് എഴുതി വെച്ചത്. കേട്ടോ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം അവിടെ ഓർത്തിരിക്കാം. അപ്പൊ സംഘടനകൾ ആകെ എന്ത് ചെയ്യാറുള്ളത്? ഇത്രയാണ് ചോദിക്കാറുള്ളത്. ഇതിൽ ഏത് ചോദിച്ചിട്ടില്ല അത് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ എന്നുള്ളത് നിങ്ങൾ ചോദിച്ചിട്ടേ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, PSC ചോദിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഈ പറയുന്ന ബാക്കിയെല്ലാം ബോംബെ അസോസിയേഷൻ, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, ഇതെല്ലാം ആര് റിപ്പീറ്റ് ചെയ്താ? PSC റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. അത്രയും സംഘടനകൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. പിന്നെ ഇതിൽ ഡീപ്പായിട്ടുള്ള പരീക്ഷകൾക്ക്, അതായത് ഇപ്പൊ ഡിഗ്രി ലെവൽ എക്സാം ഒക്കെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അവിടെ ഇന്ത്യൻ അസോസിയേഷൻ 1876 അവിടെ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ അവിടെ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. 1884 AOQ രൂപീകരിച്ച സംഘടന ഏത് എന്ന് ഇങ്ങോട്ടേക്ക് PSC എന്ത് ചെയ്തിട്ടുണ്ട്, വർഷം തന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മളോട് വർഷം ചോദിക്കാതെ ഇങ്ങോട്ടേക്ക് വർഷം ആര് ചോദിച്ചിട്ടുണ്ട്, PSC ചോദിച്ചിട്ടുണ്ട്. AOQ 1884 രൂപീകരിച്ച സംഘടന ഏതാണ് എന്ന് ഇങ്ങോട്ടേക്ക് ചോദിച്ചിട്ടുണ്ട്. ബാക്കിയൊന്നും എന്ത് ചെയ്തിട്ടില്ല, വർഷം ചോദിച്ചിട്ടില്ല. ഈ 2 എണ്ണം മാത്രമേ അവിടെ വർഷം വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യേണ്ടതുള്ളൂ. കേട്ടോ, അപ്പൊ ആ 2 എണ്ണം വേണമെങ്കിൽ മാത്രം ഒന്ന് എഴുതി വെച്ചാൽ മതി. അതന്നെ നോർമലി LGS പരീക്ഷക്കോ LDC പരീക്ഷക്കോ ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ ഇംഗ്ലീഷ് മീഡിയം പരീക്ഷകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡീപ്പായിട്ടുള്ള പരീക്ഷകളിൽ മാത്രം അത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് ആദ്യകാല സംഘടനകൾ. അതായത് നമുക്ക് ദേശീയതയൊക്കെ വളർന്നതിന് ശേഷം ഇന്ത്യക്കാരെ ഒന്നിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ ഏത് രീതിയിൽ ഒന്നിപ്പിക്കണം എന്നാണ് അറിയാത്തത്. പലരും പല മോഡലിൽ എന്ത് ചെയ്തു, യോജിപ്പിച്ചുകൊണ്ട് വന്നു. അതാണ് AOQ എന്ത് ചെയ്തു, ഒരു വഴി കൂടെ അങ്ങനെ പോയി. ബദറുദ്ദീൻ ത്യാബ്ജി വേറെ, ഫിറോസ് ഷാ മേത്ത വേറെ, ഈ പറയുന്ന സുരേന്ദ്രനാഥ് ബാനർജി, ദാദാഭായ് നവറോജി, ഇങ്ങനെ ഓരോരുത്തരും ഓരോ തലത്തിൽ എന്ത് ചെയ്തു, ഇന്ത്യക്കാരെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചു. കേട്ടോ, 2 എണ്ണമേ ഞാൻ വർഷം അവിടെ എടുത്തു പറഞ്ഞുള്ളൂ. 1876 ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ് ബാനർജി, ഇന്ത്യൻ നാഷണൽ യൂണിയൻ 1884 AOQ രൂപീകരിച്ചു. കേട്ടോ,
അപ്പൊ അത്രയും ഓക്കെ ആണല്ലോ. ഇനി അതിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉദയം. ഇതിനിടയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. സത്യശോധക സമാജ്, മറ്റേ പൂന സാർവജനിക സഭ, അതൊക്കെ ഇന്നലെ പറഞ്ഞല്ലോ നമ്മൾ. അതൊന്നും ഇനി റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു, റിനൈസൻസിൽ ഓരോരുത്തരുടെയും കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യശോധക സമാജ്, ഫൂലെ, പൂന സാർവജനിക സഭ, MG റാനഡെ എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇതിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉദയം എന്ന് പറഞ്ഞിട്ടാണ് അടുത്തൊരു പാർട്ട് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതില് നമുക്ക് നോക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് 1885 ഡിസംബർ 28 ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1885 ഡിസംബർ 28. വർഷവും പഠിക്കണം, ഡേറ്റും പഠിക്കണം. ബോംബെയിലെ തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ്, തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ് വരെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബോംബെ എന്ന് സെപ്പറേറ്റ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ് എവിടെയാണ് എന്നെടുത്ത് ചോദിച്ചിട്ടുണ്ട്. അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇനിയോ 72 പേരാണ് ആദ്യത്തെ ആ ഒരു സമ്മേളനത്തിൽ എന്ത് ചെയ്യുന്നത്, പങ്കെടുക്കുന്നത്. 72 പേരാണ് ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. അപ്പൊ 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ബോംബെയിൽ വെച്ചാണ് രൂപീകരിച്ചത്. തേജ്പാൽ കോളേജിൽ വെച്ചാണ് രൂപീകരിച്ചത്. 72 പേരാണ് എന്ത് ചെയ്തത്, പങ്കെടുത്തത്. സ്ഥാപകനാണ് ആര്, A.O. ഹ്യൂം. സ്ഥാപകനാണ് A.O. ഹ്യൂം. ആദ്യത്തെ അധ്യക്ഷനാണ് ആര്, W.C. ബാനർജി. ആദ്യത്തെ അധ്യക്ഷനാണ് W.C. ബാനർജി. ഇനി ഇതില് ചെറിയ പരീക്ഷകളിൽ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം ഓപ്ഷൻ A 78 എന്ന് തരും കേട്ടോ. അപ്പൊ നമുക്കാണെങ്കിൽ ഇത് രണ്ടും അറിയാം, 72 അറിയാം, 78 അറിയാം. ഒന്ന് ഉപ്പ് സത്യാഗ്രഹത്തിലാണ്, ഒന്ന് INCയുടെ സമ്മേളനത്തിലാണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, തമ്മിൽ മാറിപ്പോവും. അപ്പൊ അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുമ്പോൾ 2 ആളുകളുടെ പേരെ നിങ്ങൾക്ക് അറിയുള്ളൂ. ഒന്ന് A.O. ഹ്യൂം, ഒന്ന് W.C. ബാനർജി. അവിടെയാണ് 72. പിന്നെ മാറിപ്പോവില്ല കേട്ടോ. പിന്നെന്ത് ചെയ്യൂല, പിന്നെ മാറിപ്പോവില്ല. നിങ്ങളുടെ മൈൻഡിൽ 72ഉം 78ഉം ആയിരിക്കും എന്ത് ചെയ്യുക, കടന്ന് കളിക്കുക. പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ 2 പേരെ ഉണ്ടാവുള്ളൂ, A.O. ഹ്യൂം, W.C. ബാനർജി. അവിടെ 72 കൊടുക്കുക, അപ്പുറത്ത് 78 കേട്ടോ. അപ്പൊ അത്രയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്ന സമയത്തുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാനുള്ളത്, അവിടെ ഓർത്തിരിക്കാനുള്ളത്. ഇനി നമുക്ക് അതിനുശേഷം ഈ കോൺഗ്രസിന്റെ കാലഘട്ടം മെയിൻ ആയിട്ട് എന്ത് ചെയ്യപ്പെടുന്നു. ഇപ്പൊ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം കോൺഗ്രസിന്റെ ആ ഒരു സമര രീതിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, 3 തിരിക്കുന്നു. മിതവാദികളുടെ കാലഘട്ടം, തീവ്രവാദികളുടെ കാലഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം. ഇങ്ങനെ 3 എന്ത് ചെയ്യുന്നു, കോൺഗ്രസിന്റെ കാലഘട്ടത്തെ തിരിക്കുന്നു. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ് ഇത്, മിതവാദികളുടെ കാലഘട്ടം. 1805 to 1905 വരെയുള്ള കാലഘട്ടമാണ് ഇത്, മിതവാദികളുടെ കാലഘട്ടം. തീവ്രവാദികളുടെ കാലഘട്ടമാണ് 1905 മുതൽ 1920 വരെയുള്ള കാലഘട്ടം. 1905 മുതൽ 1920 വരെയുള്ള കാലഘട്ടം തീവ്രവാദികളുടെ കാലഘട്ടമാണ്. അവിടുന്ന് അങ്ങോട്ട് 1948 വരെ പിന്നെ ആരുടെ കാലഘട്ടമാണ്, ഗാന്ധിയൻ കാലഘട്ടമാണ്. ഇങ്ങനെയാണ് തിരിക്കുന്നത് കേട്ടോ. 1900
20 വരെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ മെയിൻ ആയിട്ടുള്ള കാലഘട്ടമായിട്ട് മിതവാദികളുടെയും തീവ്രവാദികളുടെയും കാലഘട്ടമായിട്ട് കണക്കാക്കാറുള്ളത്. ഇതുകൊണ്ടാണ് കഴിഞ്ഞ LGS വേരിയസിൽ ഒരു ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ 1919 മുതൽ 1948 വരെ എന്ന് കൊടുത്തു. എന്നിട്ടോ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അല്ലെ? ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്തു. എന്തുകൊണ്ടാ? ടെക്സ്റ്റ് ബുക്കുകളിലെല്ലാം 1905 മുതൽ 1920 വരെ തീവ്രവാദികളുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് 1919 മുതൽ 48 വരെ എന്ന് കൊടുക്കുക? അവിടെ കൊടുക്കേണ്ട ആൻസർ ഏതായിരുന്നു? 20 മുതൽ 48 വരെ എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ 47 വരെ എന്നുള്ളതായിരുന്നു എന്ത് കൊടുക്കേണ്ടിയിരുന്നത്? ഗാന്ധിയൻ കാലഘട്ടം എന്ന് കൊടുക്കേണ്ടിയിരുന്നത്. അപ്പൊ അതിന് പകരം ഏത് കൊടുത്തു? 19 എന്ന് കൊടുത്തു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അത് ഡിലീറ്റ് ചെയ്തത്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് പറയാറുള്ളതാണ് ഇത് ഗാന്ധിജി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് 1919 റൗലറ്റ് സത്യാഗ്രഹത്തിലൂടെയാണ്. അപ്പൊ അവിടെ നല്ലേ തുടങ്ങേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. 47 48 കൂടെ രണ്ടും കൂടെ തരില്ല. സ്വാതന്ത്ര്യ സമരത്തിലെ ഗാന്ധിയൻ കാലഘട്ടം എന്നാണെങ്കിൽ 47 എന്ന് തരുള്ളൂ. അതല്ല വെറും ഗാന്ധിയൻ കാലഘട്ടം എന്നാണെങ്കിൽ 48 എന്ന് തരുള്ളൂ കേട്ടോ. അതിൽ നമുക്ക് ആവശ്യം 47 എന്നുള്ളതാണ്. അപ്പോ അത്ര ഓർത്തിരിക്കുമല്ലോ. അപ്പൊ ആ 3 കാലഘട്ടം ക്ലിയർ ആയല്ലോ. മിതവാദികളുടെ കാലഘട്ടമാണ് 85 മുതൽ 905 വരെ. 905 മുതൽ 920 വരെയാണ് തീവ്രവാദികളുടെ കാലഘട്ടം. 920 മുതൽ 47 വരെയാണ് ഗാന്ധിയൻ കാലഘട്ടം. ഇനി ഇതിൽ ആരാണ് മിതവാദികൾ? ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ ത്യാബ്ജി, ഫിറോസ് ഷാ മേത്ത. അതായത് കോൺഗ്രസിന്റെ ആദ്യകാല നേതാക്കളാണ് എന്തറിയപ്പെടുന്നത്? മിതവാദികൾ എന്നറിയപ്പെടുന്നത്. അത്യാവശ്യം ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുകളാണ് ഇത് ഈ മിതവാദികൾ എന്നറിയപ്പെട്ടിരുന്നത്. അപ്പൊ അവര് എന്തുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ ദരിദ്രമായത്, ഇന്ത്യയുടെ സമ്പത്ത് എന്തുകൊണ്ടാണ് ഇവർ കൊള്ളയടിക്കുന്നത്, എങ്ങനെയാണ് ഇവർ കൊള്ളയടിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠനങ്ങളൊക്കെ നടത്തിയിരുന്ന ആളുകളാണ് ആര്? മിതവാദികൾ. അപ്പൊ മിതവാദികൾ ആരൊക്കെയാണ്? ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ ത്യാബ്ജി, ഫിറോസ് ഷാ മേത്ത. ഈ 4 ആളുകളെ എന്ത് ചെയ്തിട്ടുണ്ട്? 4 ആളുകളെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ 4 ആളുകളെ നമ്മൾ ഓർത്തിരിക്കണം. ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പൊ മിതവാദികളുടെ നേതാവാണ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. നേതാവ് ഗോഖലെയാണ്. ഒപ്പം നവറോജിനെ പഠിക്കുക, ത്യാബ്ജിനെ പഠിക്കുക, പിന്നെയോ 3 അങ്ങനെ പഠിച്ചാൽ മതി. നവറോജി, ത്യാബ്ജി, ഫിറോസ് ജി എന്ന് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ പിന്നെ 3 ജികൾ അവിടെ എന്ത് ചെയ്യുക? ആ ലെവലിൽ ഓർത്തിരുന്നാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക? ഒപ്പം ഒരു ഗോപാലകൃഷ്ണ ഗോഖലെനെ നേതാവാക്കിയിട്ട് കൊടുത്താൽ മതി. നവറോജി, ത്യാബ്ജി, ഫിറോസ് ജി, അങ്ങനെ 3 ജി എന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഗോഖലെനെ നേതാവാക്കിയിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ ഇതാണ് മിതവാദികളുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി ഇതെന്ത് ചെയ്യപ്പെടുന്നു? 1907 സൂററ്റിലെ സമ്മേളനത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യപ്പെടുന്നു? കോൺഗ്രസ് 2 പിരിയുന്നു. മിതവാദികളെന്നും തീവ്രവാദികളെന്നും എന്ത് ചെയ്യുന്നു? പിരിയുന്നു. എവിടെ വെച്ചിട്ടാ? സൂററ്റിൽ വെച്ചിട്ടാണ്. 1907. അപ്പൊ സൂററ്റ് പിളർപ്പ് നടന്ന വർഷം LDC പരീക്ഷയിലെ ചോദ്യമാണ്, മുമ്പ് ചോദിച്ച ചോദ്യമാണ്. സൂററ്റ് പിളർപ്പ് നടന്ന വർഷം 1907 എന്നുള്ളത് ഓർത്തിരിക്കുക. കോൺഗ്രസ് എന്ത് ചെയ്തു? അതിന്റെ സമര രീതികളുമായി ബന്ധപ്പെട്ട് 2 വിഭാഗമായിട്ട് പിളർന്നു. മിതവാദികൾ എന്നും തീവ്രവാദികൾ എന്നും. 1907 ഈ പിളർപ്പ് എന്ത് ചെയ്യുന്നത്? ഉണ്ടാവുന്നത്. അപ്പൊ അത്രയും കാര്യം എന്ത് ചെയ്യുന്നു? ടെക്സ്റ്റിൽ അവിടെ പറയുന്നു. അവിടെ പറഞ്ഞു കഴിഞ്ഞ ശേഷം അപ്പം മിതവാദികൾ പറഞ്ഞു, തീവ്രവാദികൾ എന്നും 2 എന്ത് ചെയ്തു? സൂററ്റിൽ പിളരുകയും ചെയ്തു. ഇതിനിടക്ക് ഈ മിതവാദികളിൽ മെയിൻ ആയിട്ട് ബദറുദ്ദീൻ ത്യാബ്ജിയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇന്ത്യ ഏത് രീതിയിലാണ് ദരിദ്രമായത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠനം നടത്തി ഏത് സിദ്ധാന്തം അവതരിപ്പിച്ചത്? ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത്.
ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് INC പ്രസിഡന്റ് ഒക്കെ ലാസ്റ്റ് ഒരു ലോഡ് വരുന്നുണ്ട്. നിങ്ങൾ ഓരോന്നായിട്ട് ചോദിക്കണ്ട കേട്ടോ. ലാസ്റ്റ് നിങ്ങൾക്ക് 1885 മുതൽ 1955 വരെയുള്ള പ്രസിഡന്റുമാരെ എന്ത് ചെയ്യുന്നുണ്ട് ലാസ്റ്റിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടേക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോ ഇവിടെ നമുക്ക് ആ ടെക്സ്റ്റിലുള്ളത് ആദ്യം ഒന്ന് എന്ത് ചെയ്തോട്ടെ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് പ്രസിഡന്റുമാര് തികഞ്ഞില്ല എന്നുള്ളത് നിങ്ങൾ പരാതി പറയൂല കേട്ടോ. അപ്പോ 1905 വരെ മിതവാദികളുടെ കാലഘട്ടം എന്നുള്ളത് ഞാൻ പറഞ്ഞു. ദാദാഭായ് നവറോജിയാണ് എന്ത് ചെയ്യുന്നത് ചോർച്ചാ സിദ്ധാന്തം, ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയുടെ കേട്ടോ. അപ്പൊ ചോർച്ചാ സിദ്ധാന്തം ആരുടേതാണ്? ദാദാഭായ് നവറോജിയുടേതാണ്. ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ്. ഏത് പരീക്ഷ എടുത്തു കഴിഞ്ഞാലും കാണുന്ന ഒരു പുസ്തകമാണ് ഇത്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ്? ദാദാഭായ് നവറോജിയുടേതാണ്. ആ പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഇപ്പൊ ഫസ്റ്റ് നടന്ന VEO പരീക്ഷയിൽ ആ ചോദ്യം ഉണ്ടായിരുന്നില്ലേ? ആദ്യത്തെ VEO പരീക്ഷയിൽ ആ ചോദ്യം ഉണ്ടായിരുന്നു. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ്? ദാദാഭായ് നവറോജിയുടേതാണ്. ഇനിയോ ഇദ്ദേഹം ഈ ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച പേപ്പർ ഏതാന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ. സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുള്ള ചോദ്യമായിരുന്നു ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ കേട്ടോ. ഇപ്പൊ രണ്ടും വ്യത്യാസമുണ്ട്. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ് എന്ന് ചോദിച്ചാൽ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച പേപ്പർ ഏതാ എന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ കേട്ടോ. ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡൗട്ട് എന്ന് പറയുന്നത് ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ലാലാ ലജ്പത് റായിയുടേതാണല്ലോ എന്നുള്ളതാണ്. അത് പുസ്തകമാണ്, ഇത് പേപ്പറാണ്. ഇതാണ് രണ്ട് വ്യത്യാസം കേട്ടോ. ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന പുസ്തകം ലാലാ ലജ്പത് റായിയുടേതാണ്. ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന പേപ്പർ ആരുടേതാണ്? പേപ്പർ ദാദാഭായ് നവറോജിയുടേതാണ് എന്നുള്ളത് കേട്ടോ. ഓർത്തിരിക്കുമല്ലോ, സമയം മാറൂലല്ലോ. അപ്പൊ ദാദാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് ഇത്. പേപ്പറുകൾ വേറെ ഉണ്ട് കേട്ടോ. വോയിസ് ഓഫ് ഇന്ത്യ, വാണ്ട്സ് ആൻഡ് മീൻസ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഇഷ്ടംപോലെ പേപ്പറുകളുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള പേപ്പർ ഏത് മാത്രമേ ഉള്ളൂ? ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേപ്പർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ ഇംഗ്ലണ്ടിലേക്ക് ഏതൊക്കെ തരത്തിലാണ് പണം കൊള്ളയടിക്കുന്നത്, സമ്പത്ത് ഇവിടുന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്യുന്നത് പറയുന്നത്. ഇനിയോ അടുത്തത് ടെക്സ്റ്റിൽ നമുക്ക് പറയുന്നത് ഇതിന് ശേഷം, അതായത് ഈ ചോർച്ചാ സിദ്ധാന്തമൊക്കെ പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷ് നയങ്ങൾ മെയിൻ ആയിട്ട് പറയുന്നതിലാണ് ഇത് ബംഗാൾ വിഭജനം. പുസ്തകം ലാലാ ലജ്പത് റായ്, അത് നമ്മൾ പറഞ്ഞില്ലേ കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഇത് ബംഗാൾ വിഭജനം. ബംഗാളിനെ എന്ത് ചെയ്തു? ഹിന്ദു മുസ്ലിം എന്നുള്ള ആ ഒരു പോളിസി പ്രകാരം, ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി പ്രകാരം എന്ത് ചെയ്തു? രണ്ടായിട്ട് വിഭജിക്കുകയാണ്. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ അഭിപ്രായപ്പെട്ടതാണ് ഇത്. ചോർച്ചാ സിദ്ധാന്തത്തിന് INC-യുമായിട്ടല്ല ബന്ധം, ദാദാഭായ് നവറോജിയുമായിട്ടാണ് ബന്ധം. സേഫ്റ്റി വാൽവ് തിയറി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധമുള്ളതാണ്. AOQയും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. ഡഫറിൻ പ്രഭു അതുമായി ബന്ധപ്പെട്ട വൈസ്രോയി ആണ്. സേഫ്റ്റി വാൽവ് തിയറി പ്രചരിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ലാലാ ലജ്പത് റായ് ആണ്. അതാണ് സേഫ്റ്റി വാൽവ് തിയറിയുടെ മൂന്നാളുകളും അതുമായി ബന്ധപ്പെട്ടതാണ്. AOQ, ഡഫറിൻ പ്രഭു, ലാലാ ലജ്പത് റായ് കേട്ടോ. അപ്പോ 1905 വേണ്ട, ഈ കോഡ്സ് ഒന്നും വേണ്ട. റിസ്ലെ പറഞ്ഞ കോട്ടൊന്നും എന്ത് ചെയ്യണ്ട, നോട്ട് ചെയ്യണ്ട. ആരാണ് റിസ്ലെ പോലും നമുക്കറിയില്ല. പിന്നെയാണ് റിസ്ലേന്റെ കാര്യം നമുക്ക് വേണ്ട.
1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വരുന്ന ഡേറ്റ് ആണ് ഇത്. 1905 ഒക്ടോബർ 16. 1905 ഒക്ടോബർ 16 എന്ത് ചെയ്യുന്നത്, ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത് എന്നുള്ളതും കൂടെ അവിടെ എന്ത് ചെയ്യാം, ഓർത്തിരിക്കാം. ആരാണ് വിഭജിച്ചത്? കഴ്സൺ പ്രഭു കേട്ടോ. കഴ്സൺ പ്രഭു ആണ് എന്ത് ചെയ്തത്, വിഭജിച്ചത്. അപ്പൊ ആ ഡേറ്റ് ഓർത്തിരിക്കുക. ഒക്ടോബർ 16, 1905 ബംഗാൾ വിഭജനം നടന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇന്ത്യക്കാരുടെ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്ന് ലാസ്റ്റ് ഇതെന്ത് ചെയ്യപ്പെട്ടു, പിൻവലിക്കപ്പെട്ടു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പൊ അതില് ഇവിടെ സ്വദേശി പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുകയും ഇവിടെ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കുകയും വിദേശ വസ്തുക്കൾ ഉപരോധിക്കുകയും വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് കത്തിക്കുകയും അങ്ങനെ ഒരുപാട് സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയും സ്വദേശി പ്രസ്ഥാനങ്ങളും കുറെ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുകയും ഇവിടുത്തെ സ്വന്തം കോളേജുകൾ തുടങ്ങിയ സ്വന്തം യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയ ഒക്കെ എന്ത് ചെയ്തു. ഇതിന്റെ ഒക്കെ ഫലമായിട്ട് അവസാനം എന്ത് ചെയ്തു, ഇവർക്ക് ബംഗാൾ വിഭജനം റദ്ദാക്കേണ്ടി വന്നു. ഹാർഡിഞ്ച് സെക്കൻഡിന്റെ കാലത്താണ് എന്ത് ചെയ്യുന്നത്, 1911 ബംഗാൾ വിഭജനം റദ്ദാക്കിയത് കേട്ടോ. ഹാർഡിഞ്ച് സെക്കൻഡിന്റെ കാലത്ത് 1911 എന്ത് ചെയ്യുന്നത്, ബംഗാൾ വിഭജനം റദ്ദാക്കിയത്. ആ രണ്ട് ചോദ്യങ്ങളാണ് അവിടെ എന്ത് ചെയ്യാറുള്ളത്, ആകെ ചോദിക്കാറുള്ളത്. ഇനിയോ ഈ ഒരു ബംഗാൾ വിഭജനം റദ്ദാക്കുന്ന കാലം തൊട്ട് എന്ത് ചെയ്യപ്പെടുന്നു, തീവ്രവാദികളുടെ ആ ഒരു സമര രീതി സ്ട്രോങ് ആവുന്നു. അതും ഇത് രണ്ടും എന്ത് ചെയ്തു, ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് ഈ കൂട്ടുകെട്ട് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന സമയം ഏതാണ്, ലാൽ ബാൽ പാൽ കൂട്ടുകെട്ടിന്റെ സമയമാണ് കേട്ടോ. ലാൽ ബാൽ പാൽ, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, പിന്നെയോ ബാലഗംഗാധര തിലക്. ഇപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ലാൽ ബാൽ പാലിൽ പെടാത്തത് ആരാണ് എന്ന് ചോദിച്ചത്. എന്നിട്ടോ ഓപ്ഷൻ ബി ലാൽ ബഹദൂർ ശാസ്ത്രി. ഓപ്ഷൻ കണ്ടായിരുന്നോ നിങ്ങൾ? കഴിഞ്ഞ വെൽഫെയർ ഓഫീസർ, മറ്റേ ജയിലിലെ വെൽഫെയർ ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ആ ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. ലാൽ ബാൽ പാൽ എന്ന കൂട്ടുകെട്ടിൽ പെടാത്തത് ആരാണ് എന്നുള്ളത്. അപ്പോഴോ ഓപ്ഷൻ ബി ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് കണ്ടപ്പോ അതിൽ ലാൽ ഉണ്ടല്ലോ എന്ന് തീരുമാനമായി. അപ്പൊ അത് പ്രത്യേകിച്ച് എന്ത് ചെയ്തോണം, ശ്രദ്ധിച്ചോണം. നമുക്ക് നോക്കുമ്പോ ആ ലെവലിലാണ് എന്ത് ചെയ്യുന്നത്, ഓപ്ഷൻ കൊടുക്കുന്നത് കേട്ടോ. ലാൽ ബാൽ പാൽ, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. അപ്പൊ ആ മൂന്നാളുകൾ അങ്ങനെ ഓർത്തിരിക്കുക. അപ്പുറത്താണെങ്കിൽ നമുക്ക് ഗോഖലെ 3G കേട്ടോ. ഇനി ബാലഗംഗാധര തിലകാണ് ഏതിന് നേതൃത്വം കൊടുത്തിരുന്നത്, തീവ്രവാദികളുടെ നേതാവായിട്ട് പ്രവർത്തിച്ചിരുന്നത് ആരാണ്, ബാലഗംഗാധര തിലകാണ്. ഇദ്ദേഹമാണ് എന്തറിയപ്പെട്ടിരുന്നത്, ലോകമാന്യ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇദ്ദേഹമാണ് ലോകമാന്യ എന്നറിയപ്പെട്ടിരുന്നത്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ്, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ ആരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ബാലഗംഗാധര തിലകനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വാലന്റൈൻ ചിറോളാണ് എന്ത് ചെയ്തത്, അങ്ങനെ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകനെ അല്ലെ. പിന്നെയോ സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇതൊക്കെ നമ്മൾ ആൾറെഡി ഇന്നലെ എന്ത് ചെയ്തതാണ്, പറഞ്ഞതാണ്. അപ്പൊ വാലന്റൈൻ ചിറോളാണ് എന്ത് വിശേഷിപ്പിച്ചത്, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. ലോകമാന്യ എന്നറിയപ്പെടുന്നു, തീവ്രവാദികളുടെ നേതാവ്. പിന്നെയോ അദ്ദേഹത്തിന്റെ രണ്ട് ഫേമസ് ആയിട്ടുള്ള രണ്ട് പത്രങ്ങളാണ് കേസരിയും മറാത്തയും. കേസരിയും മറാത്തയും ഇദ്ദേഹത്തിന്റെ രണ്ട് പത്രങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ടെക്സ്റ്റിലാകെ പറഞ്ഞിട്ടുള്ളത്. ആരെക്കുറിച്ച്, ബാലഗംഗാധര തിലകനെ കുറിച്ച്. അതിനപ്പുറത്തേക്ക് നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഗീതാരഹസ്യം, ആർട്ടിക് ഹോം ഓഫ് ആര്യൻസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പത്രവും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഭാഷയൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞാണ്. കേസരി മറാത്ത ലാംഗ്വേജിലും മറാത്ത ഇംഗ്ലീഷ് ഭാഷയിലുമാണ് എന്നൊക്കെ ഇന്നലെ പറഞ്ഞ, ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്നല്ലോ കേട്ടോ. ഓക്കെ, ഇനി
അതിനുശേഷം ഏത് പറയുന്നു? മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന്റെ രൂപീകരണം 1906. മുസ്ലിം ലീഗിന്റെ രൂപീകരണം 1906 ധാക്കയിൽ വെച്ചാണ് രൂപീകരണം. ആഗാ ഖാനും മുഹ്സിനുൽ മുൽക്കും സലീമുള്ളയും. ആഗാ ഖാനും മുഹ്സിനുൽ മുൽക്കും സലീമുള്ളയും ചേർന്ന് രൂപീകരിച്ചാണ് ഇത്. ഇതൊക്കെ ഫ്രീ ക്ലാസ്സിൽ ആൾറെഡി ഉണ്ട്. ഇനി ഫ്രീ ക്ലാസ്സിൽ ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവിടെ റിനൈസൻസ് ലീഡേഴ്സ് എന്ന് പറയുന്നതിലും അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഇയേഴ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ കാണാം കേട്ടോ. അത് കാണാത്തവരാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഇനി ഫ്രീയിൽ ആഡ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ 1906 ധാക്കയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ സ്ഥാപകൻ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗാ ഖാൻ മാത്രമാണ്. ആരൊക്കെ ചേർന്നാണ് മുസ്ലിം ലീഗ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ സലീമുള്ളയും മുഹ്സിനുൽ മുൽക്കും കേട്ടോ. അപ്പൊ ഇതില് 1906 എന്നുള്ളത് പലതവണ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ആഗാ ഖാനും എന്ത് ചെയ്തിട്ടുണ്ട്, പലതവണ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നവാബ് സലീമുള്ളയും മുഹ്സിനുൽ മുൽക്കും എന്ത് ചെയ്തിട്ടില്ല, PSC ചോദിച്ചിട്ടില്ല കേട്ടോ. ധാക്ക എന്നുള്ള സ്ഥലവും 1906 ആഗാ ഖാനും ഇത്രയാണ് എടുത്തെടുത്ത് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. ഇനിയോ ഹോം റൂൾ മൂവ്മെന്റ്, മുഹ്സിനുൽ മുൽക്ക് കേട്ടോ. ഹോം റൂൾ ലീഗ്, സൂറത്ത് പിളർപ്പ് നമ്മൾ ആൾറെഡി പറഞ്ഞു. ഹോം റൂൾ ലീഗിന് തുടക്കം കുറിക്കുന്നത് 1916. ഹോം റൂൾ ലീഗിന് തുടക്കം കുറിക്കുന്നത് 1916. ആരാണ് തുടക്കം കുറിക്കുന്നത്? ബാലഗംഗാധര തിലകനും ആനി ബസന്റും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹോം റൂൾ ലീഗിന് തുടക്കം കുറിക്കുന്നത്. പൂനെയിൽ ബാലഗംഗാധര തിലകും മദ്രാസിൽ ആനി ബസന്റുമാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നേതൃത്വം കൊടുത്തിരുന്നത്. ഇന്ത്യക്ക് സ്വയംഭരണം ആദ്യമായിട്ട് അവകാശപ്പെട്ടതും ആരാണ്? ഈ ബാലഗംഗാധര തിലകാണ്. ഹോം റൂൾ ലീഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ വീട്ടുഭരണം എന്ന് പറയൂലേ, വീട്ടിലാണെങ്കിൽ അച്ഛനാണ് കുടുംബം കാര്യങ്ങളൊക്കെ നോക്കുന്നത്, ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അച്ഛനാണ്. പക്ഷെ മക്കള് എപ്പോഴെങ്കിലും പുറത്തു പോകുമ്പോൾ ഓരോ സമയത്തും എവിടേക്കാണ് എന്നുള്ളത് ചോദിച്ചിട്ട് ഇപ്പൊ പോണ്ടാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തന്നെ തിരിച്ചു കയറ്റുമോ? ഇല്ലല്ലോ. അപ്പോ എല്ലാവിധ സ്വാതന്ത്ര്യവും മക്കൾക്ക് ഉണ്ടാവും, അംഗങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ ഏത് അംഗങ്ങളോട് ഏത് മക്കളോട് ഇവിടുത്തെ കുടുംബനാഥൻ ആരാന്ന് ചോദിച്ചാൽ ആരുടെ പേരേ പറയുള്ളൂ, അച്ഛന്റെ പേരേ പറയുള്ളൂ. എന്ന പോലെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തോ, ഇന്ത്യക്കാരുടെ മൊത്തം അച്ഛനായിട്ട് നിന്നോ, പക്ഷെ ഞങ്ങൾക്ക് മൊത്തം എന്ത് ചെയ്താൽ മതി, ഈ വീടിനുള്ളിൽ ഒരു സ്വാതന്ത്ര്യം തന്നാ മതി എന്നുള്ള പോളിസിയാണ് ഇത് ഹോം റൂൾ ലീഗ് എന്നറിയപ്പെടുന്നത്. വീട്ടുഭരണം പോലെയുള്ള സ്വാതന്ത്ര്യം മതി ഞങ്ങൾക്ക്, ഞങ്ങളുടെ പരമാധികാരിയായിട്ട് ബ്രിട്ടീഷുകാരിരുന്നോ, പക്ഷെ ഞങ്ങൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും തന്നാ മതി എന്നുള്ള, ഞങ്ങളുടെ കുടുംബനാഥനായിട്ട് ബ്രിട്ടീഷുകാരിരുന്നോ എന്ന പോളിസിയാണ് ഇത് ഹോം റൂൾ ലീഗ്. ഹോം റൂൾ ലീഗ് 1916 തിലകനും ആനി ബസന്റും സ്വയംഭരണം ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് ബാലഗംഗാധര തിലക്. അത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാഡം ബിക്കാജി കാമ എന്നൊരു ഉത്തരം കൊടുത്തു. എന്നാൽ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാലഗംഗാധര തിലക് എന്ന ഉത്തരവും ആര് കൊടുത്തു? PSC കൊടുത്തു. അവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ബാലഗംഗാധര തിലകാണ് കേട്ടോ. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ തെറ്റ് കണ്ടിട്ട് എന്ത് ചെയ്യരുത്, അത് കയറ്റി പഠിക്കരുത്, അത് തിരുത്തേണ്ടി വരും. നിങ്ങൾ മറ്റേ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആര് എന്നൊരു ക്വസ്റ്റ്യൻ നെഹ്റു എന്ന് PSC ഫൈനൽ ആൻസർ കീഴിൽ ഉത്തരം കൊടുത്ത് കണ്ടല്ലേ അല്ലേ? അതൊക്കെ ഉണ്ടാവും ഇടയ്ക്ക്, അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലത് മാർത്താണ്ഡവർമ്മ എന്ന് ഉത്തരം കൊടുക്കേണ്ടടുത്ത് വേറെ ഏതൊക്കെയോ ഉത്തരം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനത്തെ മിസ്റ്റേക്കുകളൊക്കെ എന്ത് ചെയ്യും, ചില സമയത്തൊക്കെ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റേണ്ടി വരും കേട്ടോ. അപ്പൊ ഇത്രയാണ് ആ ടെക്സ്റ്റിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ആകെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ടെക്സ്റ്റിലത്തെ കാര്യങ്ങളാണ് എന്ത് ചെയ്തു, ലാസ്റ്റ് ഇതും കൂടെ. ലക്നൗ സന്ധി, കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും ഒന്നായ സമ്മേളനമാണ് ഇത് ലക്നൗ സമ്മേളനം. 1916 ഇത് ലക്നൗ സമ്മേളനം. അപ്പൊ ലക്നൗ കരാറാണ് ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനം 1916 സൂററ്റിൽ പിരിഞ്ഞ മിതവാദികളും
തീവ്രവാദികളും എന്ത് ചെയ്തു? ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഒപ്പം മുസ്ലിം ലീഗുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന് കരാർ ഒപ്പിടുന്നതാണ് ഏത്? ലക്നൗ കരാർ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ലക്നൗ കരാർ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ആ ടെക്സ്റ്റിലെ കാര്യങ്ങൾ എന്ത് ചെയ്തു? അവിടെ അങ്ങോട്ട് തീർന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ A to Z കാര്യങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം? അങ്ങോട്ട് തീർക്കണം. ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കംപ്ലീറ്റ് വേണ്ട കാര്യങ്ങൾ മാത്രം. പിന്നെ ഓരോന്നിൽ എന്ത് ചെയ്യരുത്? മറ്റേ വന്ദേ മാതരം അവതരിപ്പിച്ചത് എന്ന് പറയുമ്പോൾ അവിടെ ആരാ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല. അപ്പൊ അതൊന്നും ഞാൻ പറയൂല. നിങ്ങൾക്ക് അതിന്റെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പ്രസിഡന്റ്, എവിടെ വെച്ചാണ് സമ്മേളനം നടന്നത് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. പക്ഷെ ഇവിടെ ഞാൻ എന്ത് ചെയ്യൂല, ആവശ്യമില്ലാത്ത പ്രസിഡന്റുമാരെയോ ഒന്നും ഞാൻ എന്ത് ചെയ്യൂല, അവിടെ പറയൂല കേട്ടോ. പിന്നെ ആവശ്യമുള്ള ആളുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ പറയുള്ളൂ. നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ 85 മുതൽ 55 വരെയുള്ള മൊത്തം പ്രസിഡന്റുമാരെ എന്ത് ചെയ്യാം, പഠിക്കണമെങ്കിൽ പഠിക്കാം. പക്ഷെ ആവശ്യമുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രസിഡന്റുമാരെ, അത് LGS മുതൽ SI പരീക്ഷയ്ക്ക് വരെ ആവശ്യമുള്ള ആളുകളെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ഉൾപ്പെടുത്തിയതാണ്. ആൾറെഡി നമ്മൾ പറഞ്ഞതുമാണ് കേട്ടോ. 1885 ഡിസംബർ 28-ന് AO ഹ്യൂം സ്ഥാപകനായിട്ട് എന്ത് ചെയ്തു? ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ ബോംബെയിലാണ് എന്ത് ചെയ്യുന്നത്? WC ബാനർജി ആദ്യത്തെ പ്രസിഡന്റ് ആയിക്കൊണ്ട് 72 പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് INC രൂപീകരിച്ചു. ഈ പേരിട്ടത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിട്ടത് ദാദാഭായ് നവറോജിയാണ്. അപ്പൊ ബാക്കിയൊക്കെ നമ്മളവിടെ പറഞ്ഞാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിട്ടത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇനിയോ അതിന്റെ മുൻഗാമി എന്ന് പറഞ്ഞിട്ട് AO ഹ്യൂം ഉണ്ടാക്കിയതാണ് ഏത്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് പറയുന്ന സംഘടന. സേഫ്റ്റി വാൽവ് തിയറി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സേഫ്റ്റി വാൽവ് തിയറി ഏത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ AO ഹ്യൂം. സേഫ്റ്റി വാൽവ് തിയറി ഏത് ബ്രിട്ടീഷ് വൈസ്രോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഡഫറിൻ പ്രഭു. സേഫ്റ്റി വാൽവ് തിയറി പോപ്പുലറൈസ് ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സേഫ്റ്റി വാൽവ് തിയറി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ട് അവിടെ ഇന്ത്യക്കാരുടെ പേരാണ് തരുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ലാല ലജ്പത് റായ് എന്നും. അപ്പൊ 3 ആളുകൾ സേഫ്റ്റി വാൽവ് തിയറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ AO ഹ്യൂം, ബ്രിട്ടീഷ് വൈസ്രോയ് ഡഫറിൻ പ്രഭു, ഇന്ത്യൻ ആണെങ്കിൽ ലാല ലജ്പത് റായ്. അത് 3 ക്ലിയർ ആണല്ലോ. ഈ AO ഹ്യൂമനാണ് എന്തോ അറിയപ്പെടുന്നത്? ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ് ഇത്, ഓർണിത്തോളജി. അപ്പൊ ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവാണ് ആര്? AO ഹ്യൂം എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് AO ഹ്യൂം. നമുക്ക് പരീക്ഷയ്ക്ക് കണ്ടാൽ തോന്നും അയ്യേ അയാൾ ഓർണിത്തോളജി ഒന്നും ആവാൻ സാധ്യതയില്ല, അയാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ രൂപീകരിച്ചതാണ് എന്ന് പരീക്ഷയ്ക്ക് തോന്നും. പക്ഷികളുമായിട്ടൊന്നും ബന്ധം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പരീക്ഷയ്ക്ക് തോന്നും. പക്ഷെ അത് ആരെന്നെയാണ്? AO ഹ്യൂം തന്നെയാണ് ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് കേട്ടോ. ഇനി ആദ്യം പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? G സുബ്രഹ്മണ്യ അയ്യർ. ആദ്യം പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? G സുബ്രഹ്മണ്യ അയ്യരാണ് എന്ത് ചെയ്യുന്നത്? പ്രമേയം അവതരിപ്പിച്ചത് എന്നുള്ളതും ഓർക്കാം. പിന്നെയോ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി, INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി GP പിള്ള. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെ ചോദിക്കാറുണ്ട്? GP പിള്ളയെ ചോദിക്കാറുണ്ട്. ഇനി രണ്ടാമത്തെ സമ്മേളനം 86-ൽ, 85 കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത വർഷമാണല്ലോ. 86-ൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? പ്രസിഡന്റ് ആരാണ്? ദാദാഭായ് നവറോജി കേട്ടോ. അപ്പോ രണ്ടാമത്തെ സമ്മേളനത്തിൽ ദാദാഭായ് നവറോജിയാണ്. കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് രണ്ടാമത്തെ സമ്മേളനം നടക്കുന്നത്. പ്രതിനിധികൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ 2014-ൽ ഒരു ടെക്നിക്കൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ് INCയുടെ മൂന്നാമത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാണ്? അന്ന് PSC ഉത്തരം കൊടുത്തതാണ് 607 കേട്ടോ. അപ്പൊ അത് വളരെ ഡീപ്പായിട്ടുള്ള ചോദ്യമാണ്. നോർമലി ഒരു പരീക്ഷയിലും 72 അല്ലാതെ ഒരു പ്രതിനിധികളുടെ എണ്ണം ആര് ചോദിച്ചിട്ടില്ല? PSC ചോദിച്ചിട്ടില്ല. ആകെ 2014-ൽ ഒരു തവണ ഈ 607 എന്നെന്ത് ചെയ്തു?
ഒരു ചോദ്യം ചോദിച്ചു. അത് അത്രയും ഡീപ്പ്, അന്ന് ഒരു മനുഷ്യന് പോലും ആ ഒരു ഉത്തരം എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടുമില്ല കേട്ടോ. അപ്പൊ അതിനു വേണ്ടി മാത്രം കൊടുത്താണ് അവിടെ ഈ 434 607. അത് നിങ്ങൾ പഠിച്ചിട്ടില്ലേലും കുഴപ്പമില്ല. അപ്പോ ഒന്നാമത്തെ സമ്മേളനം പറഞ്ഞു. രണ്ടാമത്തെ സമ്മേളനത്തിൽ ദാദാഭായ് നവറോജി, അതിലാണ് 434 പ്രതിനിധികൾ കേട്ടോ. അത് നിങ്ങൾ പഠിക്കണമെന്നില്ല. മൂന്നാമത്തെ സമ്മേളനം 87 ബദറുദ്ദീൻ തിയാബ്ജി. ഇവിടെയാണ് 3 ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, PSC ചോദിച്ചിട്ടുള്ളത്. INC-യുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആര്? പിന്നെയോ ബദറുദ്ദീൻ തിയാബ്ജി ഏത് വർഷമാണ് INC-യുടെ പ്രസിഡന്റ് ആയത്? പിന്നെയോ INC-യുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റായി ബദറുദ്ദീൻ തിയാബ്ജി ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? മദ്രാസ്. ഇത് 3 എന്ത് ചെയ്തതാണ് PSC ഈ കഴിഞ്ഞ 2 വർഷത്തിനടക്ക് ചോദിച്ചതാണ് കേട്ടോ. അപ്പൊ 1887 എന്നുള്ളത് ഓർത്തിരിക്കണം, ബദറുദ്ദീൻ തിയാബ്ജി എന്നുള്ളത് ഓർത്തിരിക്കണം, മദ്രാസ് എന്നുള്ളത് എന്ത് ചെയ്യണം, അവിടെ ഓർത്തിരിക്കണം. 3 കാര്യങ്ങൾ. ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് 887, മദ്രാസ്. പിന്നെയോ INC-യുടെ എത്രാമത് സമ്മേളനത്തിലാണ് ബദറുദ്ദീൻ തിയാബ്ജി അധ്യക്ഷത വഹിച്ചത്? 3ാമത്തെ സമ്മേളനത്തിലാണ്. അപ്പൊ ആ ലെവലിലും കൂടെ ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇത് നോർമൽ ക്വസ്റ്റ്യൻ അല്ല. ഞാൻ പറയുന്നത് ഏറ്റവും സിമ്പിൾ ആണ്. ഇത് INC-യുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ്. ബാക്കിയൊക്കെ അതിന്റെ എത്ര ഡീപ്പ് വരെ പോകാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ അതിന്റെ വേർഷൻ പറഞ്ഞത്. അപ്പൊ നോർമലി നമ്മളൊരു LGS പ്രതീക്ഷിക്കുകയാണെങ്കിൽ INC-യുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി, അത് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടുള്ളൂ. അതിന് ഏതറ്റം വരെ പോവാം എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഈ പറയുന്ന 3ാമത്തെ 887 മദ്രാസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓർത്തിരിക്കേണ്ടത് കേട്ടോ. അപ്പൊ 1ാം സമ്മേളനം ബോംബെ, 2ാം സമ്മേളനം കൊൽക്കത്ത, 3ാം സമ്മേളനം മദ്രാസ്. അത് പിന്നെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. എങ്ങനെയാ, 3 പ്രസിഡൻസികളല്ലേ ആകെ ഉള്ളത് അല്ലെ? ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകെ മെയിൻ ആയിട്ട് എത്ര പ്രസിഡൻസിയാ? 3 പ്രസിഡൻസിയാണ്. ബോംബെയിൽ തുടങ്ങി, അടുത്തത് കൊൽക്കത്തക്ക് ഇട്ട് കൊടുത്തു, പിന്നെ 3ാമത് ഏതേ ഉള്ളൂ, മദ്രാസ് പ്രസിഡൻസിയേ ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ ആ 3 പ്രസിഡൻസി ഓർത്താൽ മതി. ബോംബെ, കൊൽക്കത്ത, മദ്രാസ്. 1ാമത് പിന്നെ നമുക്ക് എന്തായാലും ഓർമ്മ ഉണ്ടാവും, ബോംബെയിലാണ് എന്നുള്ളത്. 2ാമത് കൊൽക്കത്ത ഇട്ട് കൊടുക്കുക, 3ാമത്തത് മദ്രാസ്, അങ്ങനെ തന്നെ ഓർത്തിരിക്കുക. 3ാമത്തത് മദ്രാസ്, 2 മായിൽ തുടങ്ങുന്നത് കേട്ടോ. അത് 3ഉം ഒരേപോലെ നമുക്ക് എന്ത് ചെയ്യാം, 3ാമത്തത് മദ്രാസ്, മുസ്ലിം, 3 ഒരേ ടോണിലാണ് വരുന്നത് അല്ലെ? 3 മുസ്ലിം, മദ്രാസ്, 3 ഒരേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ചേർത്ത് വായിക്കാൻ പറ്റും. അപ്പൊ അത്ര അവിടെ ഓർത്തിരിക്കുക. ഇനി 88-ലാണ് എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ വിദേശി. 88-ലാണ് ആദ്യത്തെ വിദേശി, ജോർജ് യൂൾ. അപ്പൊ അവിടെ ഏത് ചോദിച്ചിട്ടില്ല, അലഹബാദ് എന്നുള്ളത് അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല കേട്ടോ. അപ്പോ ആദ്യത്തെ വിദേശി എന്ന് പറയുന്നത് ജോർജ് യൂൾ ആണ്. ഇനി ഏതോ ഒരു ഊളയാണെന്ന് ഓർത്തിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോ 1888-ലാണ് ഏത്, ജോർജ് യൂൾ എന്ത് ചെയ്യുന്നത്, INC-യുടെ ആദ്യത്തെ വിദേശ പ്രസിഡന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പൊ ഒരു വിദേശിയെ നമുക്ക് അവിടെ എന്ത് ചെയ്യാനുള്ളൂ, ഓർത്തിരിക്കാനുള്ളൂ. അപ്പൊ ജോർജ് യൂൾ എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. 1888 എന്നുള്ള വർഷം കൂടെ എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. അലഹബാദിലാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം പ്രസിഡന്റ് ആവുന്നത്. അപ്പൊ അവിടെ അലഹബാദിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ജോർജ് യൂൾ എന്നുള്ള പേരും ആദ്യത്തെ വിദേശി എന്നുള്ളതും 1888 എന്നുള്ളതും. ഇനി INC-യുടെ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രസിഡന്റ് ആണ് ആര്, ആനന്ദ ചാർലു. ഇത് വളരെ റെയറായിട്ട് എന്ത് ചെയ്തിട്ടുള്ളൂ, ചോദിച്ചിട്ടുള്ളൂ. ഇപ്പൊ അടുത്ത കാലത്തൊന്നും ആ ഒരു ചോദ്യം എന്ത് ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല. സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രസിഡന്റ് ആണ് ഏത്, ആനന്ദ ചാർലു. അതിന്റെ വർഷവും ഓർത്തിരിക്കേണ്ട, നാഗ്പൂർ എന്നുള്ളതും ഓർത്തിരിക്കേണ്ട കേട്ടോ.
ഇത് വളരെ റയറായിട്ടുള്ള ചോദ്യമാണ്. ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഒരു 4-5 വർഷത്തേക്കൊന്നും ഈ ഒരു ചോദ്യമോ അല്ലെങ്കിൽ അതിന്റെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല കേട്ടോ. ഇനിയോ 1896 എന്ത് ചെയ്യുന്നത്, വന്ദേ മാതരം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. വന്ദേ മാതരം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് എവിടെയാണ്? 1896 കൽക്കട്ട സമ്മേളനത്തിലാണ്. കൽക്കട്ട സമ്മേളനത്തിലാണ് കേട്ടോ. അപ്പൊ അവിടെ നമുക്ക് ആരുടെ ആവശ്യമില്ല, അവിടെ പ്രസിഡന്റിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൽ നമുക്ക് ഏത് മാത്രമേ ആവശ്യമുള്ളൂ, വന്ദേ മാതരം ആദ്യമായി അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം 1896 വർഷം. സമ്മേളന സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കട്ട എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ആലപിച്ചതാരാ? ആലപിച്ചത് ടാഗോർ തന്നെയാണ് കേട്ടോ. അത് ചോദിച്ച ചോദ്യമാണ്. വന്ദേ മാതരം കൽക്കട്ട സമ്മേളനത്തിൽ ആലപിച്ചത് ആരാ എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അത് ആര് തന്നെയാണ്? ടാഗോർ തന്നെയാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കാം. ഇനിയോ 1897 ആദ്യത്തെ മലയാളി പ്രസിഡന്റ്. അമരാവതി സമ്മേളനം. ഇതിന്റെ 3 ആവശ്യമാണ്. സി ശങ്കരൻ നായർ പ്രസിഡന്റ് ആയത് എന്ന്? 1897. ഏത് സമ്മേളനത്തിലാണ് സി ശങ്കരൻ നായർ പ്രസിഡന്റ് ആയത്? ആദ്യത്തെ മലയാളി പ്രസിഡന്റ്. ഇത്രയും കാര്യങ്ങൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത്, ഗാന്ധിയും അരാജകത്വവും കേട്ടോ. അത് LDC ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ്. ഗാന്ധിയും അരാജകത്വവും എന്ന പുസ്തകം, ഗാന്ധി ആൻഡ് അനാർക്കി എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ്? ശങ്കരൻ നായരുടേതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെയോ ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനമാണ് ഇത്. ഗാന്ധി ആദ്യമായിട്ട് പങ്കെടുത്ത സമ്മേളനമാണ് ഇത്, 1901 കൊൽക്കത്ത സമ്മേളനം കേട്ടോ. അവിടെ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ചാടിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ബൽഗാം കേട്ടോ. ഓപ്ഷൻ എ ബൽഗാം എന്ന് കേട്ടിത്തരും. അപ്പോഴോ ഗാന്ധിജി ആകെ പ്രസിഡന്റ് ആയ സമ്മേളനമാണ് ഇത്, ബൽഗാം. പക്ഷെ പങ്കെടുത്ത സമ്മേളനവും പ്രസിഡന്റ് ആയത്. നമുക്ക് രണ്ടും ഒന്നാണ്. നമുക്ക് പങ്കെടുത്താലും പ്രസിഡന്റ് ആയാലും ഗാന്ധി തന്നെ അല്ലേ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഏത് കയറ്റിക്കറപ്പിക്കുന്നത്, ബൽഗാം എന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കയറ്റിക്കറപ്പിക്കും. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് എന്ത് ചെയ്തോണം, ശ്രദ്ധിച്ചോണം കേട്ടോ. വാച്ചയൊന്നും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അവിടെ ചോദിച്ചിട്ടില്ല. വാച്ച പ്രസിഡന്റ് ആണ്, ഓക്കെ, പക്ഷെ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, PSC ചോദിച്ചിട്ടില്ല. അപ്പൊ അവിടെ ഒന്നും നമുക്ക് അവിടെ പ്രസിഡന്റ് ആവശ്യമില്ല. ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്. ഗാന്ധിജി വാച്ചൊക്കെ കെട്ടിയിട്ടാണ് ഒന്നാമത്തെ സമ്മേളനത്തിന് പോയത് എന്ന് എന്ത് ചെയ്യാം, പഠിക്കാം. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ സമ്മേളനം എന്ന് പറയുന്നത് 1901 കൊൽക്കത്ത സമ്മേളനം എന്നുള്ളത് അവിടെ ഓർത്തിരിക്കാം. പിന്നെയോ 1905 2 ചോദ്യങ്ങൾ. ഒന്ന്, 1905 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലെ പ്രസിഡന്റ് ആരായിരുന്നു? ഗോഖലെ എന്ന് ഓർത്തിരിക്കാം. പിന്നെയോ സ്വദേശി പ്രമേയം അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം. സ്വദേശി മുദ്രാവാക്യം അല്ലെങ്കിൽ സ്വദേശി പ്രമേയം അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചാൽ ബനാറസ് സമ്മേളനം 1905. സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്ന എപ്പോഴാണ്? 1905 ബംഗാൾ വിഭജനത്തെ തുടർന്നാണ് എന്ത് ചെയ്യുന്നത്, സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അപ്പൊ സ്വദേശി മുദ്രാവാക്യം അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? സ്വദേശി 1905 ബനാറസ് സമ്മേളനത്തിലാണ്. ഗോഖലെയാണ് പ്രസിഡന്റ്. ഇനിയോ പാർട്ടീഷൻ ഓഫ് ബംഗാളിന്റെ സമയത്ത് ഹെൻറി കോട്ടൺ ആണ് കേട്ടോ. 4 പ്രസിഡന്റ് ആണ് ഏത് സമയത്ത് ഉണ്ടാവുക? 5 ഒക്ടോബറിലൊക്കെ ഉണ്ടാവുക. അടുത്ത പ്രസിഡന്റ് വരുന്നത് ഡിസംബറിലാണ് കേട്ടോ. അപ്പൊ ഈ ഹെൻറി കോട്ടൺ ഒന്നും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, എടുത്ത് ചോദിച്ചിട്ടില്ല കേട്ടോ. നമ്മളാണ് എന്ത് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ തമ്മിൽ അടുപ്പിക്കുന്നത്. ഗോഖലെയാണ്, ഹെൻറി കോട്ടൺ ആണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നത്. PSC അവരെ ചോദിച്ചിട്ടില്ല കേട്ടോ. നമ്മളാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ഗോഖലെയാണ് ആ സമയത്ത് പ്രസിഡന്റ്, ഹെൻറി കോട്ടൺ ആണ് എന്ന് പറഞ്ഞിട്ട്. ഇവർ രണ്ടുപേരും അല്ല. കാരണം ആ സമയത്ത് എന്ന് പറയുന്നത് INC സമ്മേളനം നടക്കുന്ന സമയത്തല്ലേ പ്രസിഡന്റ് ഉള്ളൂ യഥാർത്ഥത്തിൽ. അല്ലാതെ പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് ഒക്ടോബർ 16 INC പ്രസിഡന്റ് ഞാനാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആ സമ്മേളനത്തിലെ പ്രസിഡന്റ് ആണത്. നമുക്ക് അവിടെ നമ്മളാണത് ഉണ്ടാക്കുന്നത്. എങ്ങനെ? ബംഗാൾ വിഭജന സമയത്ത് INC പ്രസിഡന്റ് ആരാണ് എന്ന് പറയുന്നത്. അപ്പൊ നിലവിൽ 4 പ്രസിഡന്റിനെ ആക്കിയതാണ്. അടുത്ത പ്രസിഡന്റ് 5 ഡിസംബറിൽ എന്ത് ചെയ്യുള്ളൂ,
വരുള്ളൂ. എല്ലാ വർഷവും ഡിസംബർ അവസാന വാരത്തിലാണ് എന്ത് നടക്കുന്നത്, കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ നടക്കുന്നത്. അപ്പൊ ആ ലെവലിലൊന്നും എന്ത് ചെയ്യൂല, അവിടെ ചോദിക്കേണ്ട കാര്യം ഇല്ല കേട്ടോ. ഹെൻറി കോട്ടൺ അവിടെ നിങ്ങൾ ഓർക്കണം എന്നില്ല. 4-ൽ പ്രസിഡന്റ് അദ്ദേഹം ആണെന്ന് ജസ്റ്റ് അവിടെ നിന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. അല്ലാതെ ബംഗാൾ വിഭജന സമയത്ത് INC പ്രസിഡന്റ് അതൊന്നും ചോദിച്ചിട്ടില്ല ഇതുവരെ. ഇനി 906 കൽക്കട്ട സമ്മേളനം, അത് നിങ്ങൾക്ക് ഒരു ട്രാപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്വരാജ് അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം, ഓപ്ഷൻ എ ലാഹോർ. സ്വരാജ് അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം, ഓപ്ഷൻ എ ലാഹോർ. ഇപ്പൊ നീക്കാണെങ്കിൽ സ്വരാജ് ആണെങ്കിലും പൂർണ്ണ സ്വരാജ് ആണെങ്കിലും ഒക്കെ ഒന്നാണ് കേട്ടോ. ഇപ്പൊ സ്വരാജ് അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് GP പിള്ള കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി. ശങ്കരൻ നായർ പ്രസിഡന്റ് ആണ്, മറ്റേ ആൾ വെറുതെ പോയി പങ്കെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോ 1906 കൽക്കട്ട സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത്, സ്വരാജ് അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം. മറ്റേത് പൂർണ്ണ സ്വരാജ്. സ്വരാജും പൂർണ്ണ സ്വരാജും ഒക്കെ അവർക്ക് വ്യത്യാസമുണ്ട്, നമുക്കൊക്കെ ഒന്നാണെങ്കിലും ഇത് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആളുകൾക്ക് എന്തുണ്ട്, വ്യത്യാസമുണ്ട് കേട്ടോ. സ്വരാജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഏതോ ഒരു സ്വാതന്ത്ര്യം എടുത്തു കൊടുത്താൽ മതിയോ, അതോ മൊത്തം സ്വാതന്ത്ര്യം വേണോ എന്നുള്ളത് അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. അതാണ് 29-ൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ സ്വാതന്ത്ര്യമല്ല, പൂർണ്ണ സ്വാതന്ത്ര്യം തന്നെ വേണം എന്നെന്ത് ചെയ്തത്, കോൺഗ്രസ് അവകാശപ്പെട്ടത്. അപ്പോ 1906 കൽക്കട്ട സമ്മേളനത്തിലാണ് സ്വരാജ് കോൺഗ്രസ് എന്ത് ചെയ്തത്, അംഗീകരിച്ചത്. ഇത് ട്രാപ്പ് ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇനി 907 സൂററ്റ് പിളർപ്പ്. നമ്മൾ പറഞ്ഞ മിതവാദികളും തീവ്രവാദികളും എന്നും രണ്ടായിട്ട് പിരിഞ്ഞ സമ്മേളനമാണ് ഇത്, സൂററ്റ്. അവിടെ റാഷ് ബിഹാരി ഘോഷ്, റാഷ് ബിഹാരി ഘോഷ്. അവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം, ഓപ്ഷൻ എ റാഷ് ബിഹാരി ബോസ്. അപ്പൊ നമ്മുടെ അടുത്താണ് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, റാഷ് ബിഹാരി വരെ മാത്രമേ നമ്മുടെ അടുത്ത് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു ഘോഷും ഉണ്ട്, ഒരു ബോസും ഉണ്ട്. പിന്നെ അവിടെ 1 മുതൽ 10 വരെ എണ്ണീട്ട് ഏതാണോ വീഴുന്നത് അതും കറുപ്പിച്ചിട്ട് പോരും. ഇതാണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ അവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളൂ, റാഷ് ബിഹാരി ഘോഷ് ആണ് ഇത്. 1907 INC സമ്മേളനത്തിലെ പ്രസിഡന്റ് എന്നുള്ളത് പ്രത്യേകിച്ച് അവിടെ എന്ത് ചെയ്തോളാം, ഓർത്തിരുന്നോളാം. ഇത് ഘോഷാണ്, മറ്റേതെന്താണ്, ബോസ് ആണ്. അയാളെ ഇതുപോലെ ഇങ്ങനെ പ്രസിഡന്റ് ആയിട്ട് ഇരുത്താനൊന്നും കിട്ടൂല. അയാൾക്ക് പെട്ടെന്ന് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് സ്വാതന്ത്ര്യം വാങ്ങിക്കണം എന്നുള്ള ഒരു വാശിയുള്ള ആളായിരുന്നു ആര്, റാഷ് ബിഹാരി ബോസ് എന്ന് പറയുന്നത്. അത് അപ്പുറത്ത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ ആർമിയൊക്കെ രൂപീകരിക്കാനൊക്കെ പോയിട്ട് ജപ്പാനിലും സിംഗപ്പൂരിലും ഒക്കെ ആയിട്ട് കറങ്ങി തിരിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിയെടുക്കാൻ വേണ്ടി നടക്കുകയായിരുന്നു. ഇതെന്ന് പറയുന്നത് നമ്മൾ ഇവിടെ മാത്രമാണ് ഇങ്ങനെ ഒരാളെ നമ്മൾ കേൾക്കുന്നത് കേട്ടോ, റാഷ് ബിഹാരി ഘോഷ് എന്ന് പറയുന്നത്. ഇനിയോ 1911 എന്ത് ചെയ്യുന്നത്, ജനഗണമന ആദ്യമായിട്ട് കോൺഗ്രസ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നത് എവിടെയാണ്, കൊൽക്കത്തയിലാണ് കേട്ടോ. 1911 കോൺഗ്രസ് സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ജനഗണമന ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ഇനി 16 അവിടെയും അവതരിപ്പിക്കുന്ന ആരാ, അവിടെ അവതരിപ്പിക്കുന്ന ആര് തന്നെയാണ്, ടാഗോർ തന്നെയാണ് കേട്ടോ. അവിടെ അവതരിപ്പിക്കുന്നത് ടാഗോർ തന്നെയാണ്. ഇനിയോ 1916 എന്ത് ചെയ്യുന്നത്, മിതവാദികളും തീവ്രവാദികളും സരളാദേവി കൂടെ പാടിയതാണ്. ടാഗോർ ആണ് മെയിൻ ക്രെഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഏതുപോലെ മുസ്ലിം ലീഗിന്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ ആഗാ ഖാൻ. അപ്പൊ അതിന്റെ അർത്ഥം മറ്റുള്ളവർ ഇല്ലാന്നാണോ? അങ്ങനെയല്ല, മെയിൻ ആയിട്ട് ഒരാള്. 12 സമ്മേളനമൊന്നും ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ, അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ 1916 എന്ത് ചെയ്യുന്നത്, കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ ഒന്നിക്കുന്നത്. അവിടെ AC മജൂംദാർ ഈ സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. അപ്പൊ ഗാന്ധി നെഹ്റു ഒക്കെ വരുന്നതുകൊണ്ട് AC സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. 1916 എന്ത് ചെയ്യുന്നത്, മിതവാദികളും തീവ്രവാദികളും ഒന്നിക്കുന്നത്. പിന്നെയോ ആ സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത്,
ഒരു ലക്ക് കൊണ്ടാണ് ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ കണ്ടുമുട്ടിയത്. പിന്നെ അവർ വരുന്ന അറിഞ്ഞുകൊണ്ട് എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ലെവലിൽ ഓർത്തിരുന്നു കഴിഞ്ഞാൽ എല്ലാം അവിടെ കറക്റ്റാണ്. എ സി മജുംദാർ ആയിരുന്നു അവിടെ പ്രസിഡന്റ്. നെക്സ്റ്റ് 17 നമ്മൾ പറഞ്ഞതാണ് ആനി ബസന്റ് ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. കൊൽക്കത്തയിലാണ് സമ്മേളനം നടന്നത്. INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്, കൊൽക്കത്ത സമ്മേളനം. 1920 സ്പെഷ്യൽ സമ്മേളനത്തിൽ ആരായിരുന്നു? ലാല ലജ്പത് റായ്. 1920 പ്രത്യേക സമ്മേളനത്തിൽ ലാല ലജ്പത് റായ് ആയിരുന്നു. അവിടെയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് അവിടെയാണ്. എന്നാൽ 20 ശരിക്കുള്ള സമ്മേളനം നടക്കുന്നത് നാഗ്പൂരാണ്. നാഗ്പൂരിൽ വീര രാഘവാചാരി. പക്ഷെ അവിടെ പ്രസിഡന്റിന്റെ പേര് പഠിക്കണമെന്നില്ല, ഇന്നേ വരെ എന്ത് ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല. പക്ഷെ അവിടെ ചോദിച്ച കാര്യം നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം. നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം, അത് നാഗ്പൂർ സമ്മേളനം. സംഭവം മനസ്സിലായോ? ഇവിടെ ഇട്ട് കൊടുത്തു, ആദ്യം പ്രത്യേക സമ്മേളനത്തിൽ ഇട്ട് കൊടുത്തു, പ്രത്യേക സമ്മേളനത്തിൽ ഇട്ട് കൊടുത്തു, പാസ്സായില്ല. ഇവിടെ പാസ്സായി. അതാണ് 1920 നാഗ്പൂർ സമ്മേളനം. പിന്നെയോ പ്രാദേശിക തലത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണം എന്ന് പറഞ്ഞ സമ്മേളനവും ഏതന്നെയാണ്? നാഗ്പൂർ സമ്മേളനമാണ്. ഇതനുസരിച്ചിട്ടാണ് ഒറ്റപ്പാലത്ത് അഖില കേരള കോൺഗ്രസ് ഒക്കെ വരുന്നില്ലേ? ടി പ്രകാശത്തിന്റെ നേതൃത്വത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. അതിന് ശേഷമാണ് 20 നാഗ്പൂരിൽ എടുത്ത തീരുമാനമാണ് ഭാഷാടിസ്ഥാനത്തിൽ പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണം എന്ന് പറഞ്ഞത് നാഗ്പൂരാണ് കേട്ടോ. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം പാസാക്കിയത് നാഗ്പൂർ സമ്മേളനം. ഭാഷാടിസ്ഥാനത്തിൽ പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണം എന്ന് തീരുമാനിച്ചതും നാഗ്പൂർ സമ്മേളനം. നാഗ്പൂർ സമ്മേളനം 1920. ഇത്രയും കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്തോണം? അവിടെ ഓർത്തിരുന്നോണം. ഇനി 22 ഗയാ സമ്മേളനം, CR ദാസ് അധ്യക്ഷൻ. അത് വളരെ റയറായിട്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. 22 ഗയാ സമ്മേളനം, CR ദാസ്. അതെങ്ങനെയാ ചോദിക്കുക? ഏത് സമ്മേളനത്തിന് ശേഷമാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്? കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിന് ശേഷമാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്? ഗയാ സമ്മേളനത്തിലെ പ്രസിഡന്റാണ് CR ദാസ്. അത് കഴിഞ്ഞിട്ട് വിട്ടു. കാരണം ഡിസംബർ 31 എന്ത് ചെയ്യുന്നത്? സമ്മേളനം തീരുന്നത്. പിറ്റേ ദിവസം ജനുവരി 1 ഞങ്ങളില്ല ഈ പരിപാടിക്ക് എന്ന് പറഞ്ഞിട്ട് CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടെ എന്ത് ചെയ്തു? 1-ാം തീയതി ജനുവരി 1 എന്ത് ചെയ്തു? ഞങ്ങൾ പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കി. സ്വരാജ് പാർട്ടി 1923 എന്ത് ചെയ്യുന്നു? അങ്ങനെ നിലവിൽ വരുന്നു. അപ്പൊ ഏത് സമ്മേളനത്തിന് ശേഷമാണ്? ഗയാ സമ്മേളനത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? 22 CR ദാസിന്റെ സമ്മേളനം കഴിഞ്ഞ ഉടനെ സ്വരാജ് പാർട്ടി നിലവിൽ വരുന്നു. 23 കാക്കിനാട സമ്മേളനം. അവിടെ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാനുള്ളൂ? TK മാധവൻ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച കോൺഗ്രസ് സമ്മേളനം 23 കാക്കിനാട സമ്മേളനം. അല്ലാതെ TK മാധവൻ അവിടുത്തെ പ്രസിഡന്റ് അല്ല. നമുക്ക് പഠിക്കേണ്ട കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. TK മാധവൻ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട്, അൺടച്ചബിലിറ്റിക്കെതിരെ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച കോൺഗ്രസ് സമ്മേളനം 1923 കാക്കിനാട സമ്മേളനം. 24 ഗാന്ധിജി പ്രസിഡന്റായ ഒരേ ഒരു സമ്മേളനം, ബൽഗാം സമ്മേളനം. അതൊക്കെ പിന്നെ നമ്മൾ ഇഷ്ടം പോലെ കേട്ട് താണ്ടിച്ചാണ്. 1924 ഗാന്ധിജി പ്രസിഡന്റായ ഒരേ ഒരു സമ്മേളനമാണ് ഇത്, ബൽഗാം സമ്മേളനം. 25 INCയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത, കാൺപൂരിൽ സരോജിനി നായിഡു. INCയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത കേട്ടോ. INCയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത. വെറും വനിതയാണെങ്കിൽ അത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ആനി ബസന്റ് ആണ്. ഇവിടെ ആവുമ്പോൾ ആദ്യ ഇന്ത്യൻ വനിത എന്നുള്ള ടേം തന്നെ വരണം കേട്ടോ. ഇനിയോ 1929 നെഹ്റു ലാഹോർ സമ്മേളനം, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം, നിയമലംഘന പ്രസ്ഥാനം നടത്താൻ തീരുമാനിച്ച സമ്മേളനം, ത്രിവർണ പതാക അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം, സ്വാതന്ത്ര്യ ദിനമായി 1930 ജനുവരി 26 തെരഞ്ഞെടുത്ത സമ്മേളനം. 4 കാര്യങ്ങൾ. ലാഹോർ സമ്മേളനം 1929, നെഹ്റു പ്രസിഡന്റ്. അതൊക്കെ ഒരു 100 ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ആനി ബസന്റ് ഇംഗ്ലണ്ട് അല്ല, അയർലൻഡിൽ നിന്നാണ്.
1929 ലാഹോർ സമ്മേളനം, നിയമലംഘന പ്രസ്ഥാനം നടത്താൻ തീരുമാനിച്ച സമ്മേളനം, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം. പിന്നെയോ 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി തെരഞ്ഞെടുത്ത സമ്മേളനം, ത്രിവർണ പതാക അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം. ഇത്രയും കാര്യങ്ങൾ 1929 ലാഹോർ, നെഹ്റു പ്രസിഡന്റ്. 1931 കറാച്ചി സമ്മേളനം, മൗലികാവകാശങ്ങൾ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം. മൗലികാവകാശങ്ങൾ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ഇത്. കറാച്ചി സമ്മേളനം, പട്ടേലാണ് പ്രസിഡന്റ്. സർദാർ വല്ലഭായ് പട്ടേൽ പ്രസിഡന്റായ കറാച്ചി സമ്മേളനത്തിലാണ് എന്ത് ചെയ്തത്? മൗലികാവകാശങ്ങൾ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം. പിന്നെയോ 38 സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്യപ്പെടുന്നു? കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് ആദ്യം വരുന്ന എപ്പോഴാണ്? ഹരിപുര സമ്മേളനത്തിൽ. 38 ഹരിപുര സമ്മേളനത്തിലാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് എന്ത് ചെയ്യുന്നത്? ആദ്യം ആര് വരുന്നത്? സുഭാഷ് ചന്ദ്രബോസ് വരുന്നത്. 39 ഇലക്ഷനിലൂടെ ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ടു ത്രിപുരി സമ്മേളനത്തിൽ. ആര് തന്നെ? സുഭാഷ് ചന്ദ്രബോസ് തന്നെ. ഗാന്ധിജിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആര് വിജയിച്ചു? സുഭാഷ് ചന്ദ്രബോസ് വിജയിച്ചു. ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ പ്രസിഡന്റാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. പട്ടാഭി സീതാരാമയ്യ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആര് എന്നുള്ള ചോദ്യം കണ്ടില്ലായിരുന്നോ? Who is known as the official historian of Indian National Congress? സെക്രട്ടറി അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യ. പിന്നെയോ 40 മുതൽ 46 വരെ ആരെന്നെയായിരുന്നു? മൗലാന അബുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം INCയുടെ പ്രസിഡന്റ് ആയിരുന്നത് ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നത് മൗലാന അബുൽ കലാം ആസാദ്. അയാളുടെ പേരിൽ തന്നെ ഉണ്ട് കേട്ടോ, അബുൽ കലാം എന്നാണ്. അത് കാലം എന്ന് വായിക്കാം കേട്ടോ. കലാം എന്നുള്ളത് കാലം എന്ന് വായിച്ചാൽ മതി, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ മൗലാന അബുൽ കലാം ആസാദ് ഏറ്റവും കൂടുതൽ കാലം സ്വാതന്ത്ര്യത്തിന് മുമ്പ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി എന്ന് നമുക്ക് അങ്ങനെ തന്നെ കിട്ടും. അപ്പോ ക്വിറ്റ് ഇന്ത്യ സമര സമയത്ത് ആരാണ്? അബുൽ കലാം ആസാദ് തന്നെയാണ് കേട്ടോ. ക്വിറ്റ് ഇന്ത്യ സമര സമയത്തും 40 മുതൽ 46 വരെ അദ്ദേഹം തന്നെയല്ലേ? അപ്പൊ 42 ആരെന്നെയായിരിക്കും? അബുൽ കലാം ആസാദ് തന്നെയാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? ബോംബെ സമ്മേളനം തന്നെയാണ് കേട്ടോ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചാലും ബോംബെ സമ്മേളനം തന്നെയാണ്. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ്? JB കൃപലാനി. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് JB കൃപലാനി. സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം 1955 ആവടി സമ്മേളനം. അത് വളരെ റെയറായിട്ട് എന്ത് ചെയ്തിട്ടുള്ളൂ? ചോദിച്ചിട്ടുള്ളൂ. സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി ആവടി സമ്മേളനം 1955 സമ്മേളനമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം ആരുടേതാണ്? ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം പട്ടാഭി സീതാരാമയ്യയുടേതാണ് കേട്ടോ. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം പട്ടാഭി സീതാരാമയ്യയുടെ പുസ്തകമാണ്. ഇതോടുകൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോടെ കംപ്ലീറ്റ് ആയി. 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററോടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ അത്രയും മതി കേട്ടോ. UN ദീപാർ ഒന്നും വേണ്ട, അത് 55 ആവടി സമ്മേളനത്തിലെ പ്രസിഡന്റ് ആണ്. ഇപ്പൊ PSC ഒന്നും ചോദിക്കില്ല, പക്ഷെ നിങ്ങൾ ചോദിക്കുന്നുള്ളതുകൊണ്ട് അവിടെ എഴുതി വെച്ചതാണ് UN ദീപാർ എന്നുള്ളത് കേട്ടോ. ഓക്കെ,
അപ്പൊ അത്രയും മതി. ഇപ്പൊ പ്ലസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? മൻസൂർ അലി @edk എന്ന റഫറൽ കോഡ് യൂസ് ചെയ്തിട്ട് LPUPയുടെ കോഴ്സ് നടക്കുന്നു, LDCയുടെ കോഴ്സ് നടക്കുന്നു, പോലീസ്, ഫയർമാൻ, സിവിൽ എക്സൈസ് ഇതിന്റെ കോഴ്സുകൾ ആൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. LGS ഫീൽഡ് വർക്കർ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. SIയുടെ കോഴ്സ് മാർച്ച് 2 എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ട് ചെയ്യുന്നു. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? പ്ലസിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. മൻസൂർ അലി @edk അല്ലെങ്കിൽ മൻസൂർ ലൈവ്, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കോഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ന് രാത്രി 9 മണിക്ക് കേട്ടോ. ബാക്കി ഇപ്പൊ പഠിച്ചു തുടങ്ങിയാൽ മതി, വൈകിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇന്ന് രാത്രി 9 മണിക്ക് 9 മണിക്ക് ഫ്രീ ലൈവ് ക്ലാസ്. ഓക്കെ.